പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തായ ഇതെന്തു കാണിക്കങ്ങൾ ഒന്നുമില്ല. ഈ വെറുതെ ഇരിക്കുന്ന പെട്ടികളുടെ ഒരു സൗണ്ടും ഇല്ല. ഇത് വെറുതെ വാരി വെച്ചിരിക്കുക, അവരെ പറ്റിക്കാങ്ങൾ. ഒരു സ്ട്രോങ്ങും ഇല്ല. ഒരു 2 പെട്ടിയുടെ സ്ട്രോങ് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഭയങ്കര സൗണ്ട് കിട്ടേണ്ടതാണ്. ഈ ബിൽഡിങ്ങിൽ ഇടിച്ച് തിരിച്ചു വരേണ്ടതാണ്. ഇനിയിപ്പോ ഉള്ളത് ഒന്ന് ഓണം പോലെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മോശക്കാരനാവൂല, അങ്ങനല്ലേ? നമ്മൾ സഹിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മോശക്കാരനായി പോകും. അവര് തരുന്നത് ഉണ്ടാതെ കഴിക്കുക എന്നുള്ളതാണ്. അള്ളാഹു അവർക്ക് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ബദർ മജ്‌ലിസിന്റെ വാർഷികത്തോട് അനുബന്ധമായി നടത്തപ്പെടുന്ന ജ്ഞാനവേദിയിലാണ് നാം ഉള്ളത്. ഒരു പ്രതികൂലത മാറിയപ്പോൾ അതിനേക്കാളും ഏറെയുള്ള ഒരു പ്രതികൂലതയാണ് എന്റെ മുമ്പിലുള്ളത്. എന്തായിരുന്നാലും ഇരിക്കുന്ന ആളുകൾ ആസ്വദിക്കാൻ വന്നവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തീരെ ആസ്വാദനം പ്രഭാഷണത്തിൽ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്റെ വിഷയങ്ങൾ ഞാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു ആസ്വാദനത്തിനോട് കൂടിയിട്ടുള്ള ആവേശത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ മുമ്പിലുള്ളത് എങ്കിൽ അങ്ങനെയുള്ളവരോട് ഞാൻ ക്ഷമ ചോദിക്കാം. തീർത്തും ആസ്വാദനം എന്നത് പ്രഭാഷണത്തെ സംബന്ധിച്ചിടത്തോളം അത് നാം ആഗ്രഹിക്കേണ്ടതില്ലാത്തൊരു വസ്തുതയുമാണ്. അത് മറ്റൊരു കാര്യം. എങ്കിലും ഞാൻ സർവ്വസാധാരണമായി ആളുകളുടെ ഒരു കൺസെപ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിഴലുപോലെ സഞ്ചരിച്ചിരുന്ന സ്വഹാബികൾ, ആ സ്വഹാബികളിൽ അത്യുന്നതമായ പദവി അലങ്കരിക്കുന്ന മഹത്തുക്കളാണ് ബദരീങ്ങൾ എന്ന് നമുക്കറിയാം. അല്ലാഹു ആ ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ സർവ്വ മുൻകഴിഞ്ഞ പാപങ്ങളും പുറത്തു മാപ്പാക്കി തിരുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിച്ച് അവന്റെ ഇഷ്ടദാസന്മാർ എപ്രകാരമാണോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്, അപ്രകാരം സുന്ദരമായ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി ധാരാളം മണ്ണറകളിൽ കഴിയുന്ന ആളുകൾ, അവരുടെയൊക്കെ മണ്ണറകൾ അല്ലാഹു മണിയറകളാക്കി അലങ്കരിക്കുമാറാകട്ടെ. ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമെന്ന പ്രഫുല്ലമായ പ്രകാശത്തിന്റെ ഉന്നതമായ പ്രഭാവം നിലനിർത്തുന്നതിനു വേണ്ടി ധാരാളം പ്രതിസന്ധികൾ മനുഷ്യോൽപത്തിയുടെ നായകൻ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും പ്രതിയോഗികളെ പ്രതിരോധിക്കേണ്ട അനുവദിച്ച അതിർവരമ്പുകൾ പ്രയോഗിച്ചതായി പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകും.
കേവലം അവരാരും യുദ്ധങ്ങളെയും പ്രതിരോധങ്ങളെയും ഇഷ്ടപ്പെട്ടവരല്ല. അവരുടെ മുമ്പിലുണ്ടായിരുന്ന പ്രതിസന്ധികളിൽ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം പരിശുദ്ധമായി പ്രകാശം, ആ പ്രകാശത്തിന്റെ പൊലിമ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഈ വിശുദ്ധമായ ഇസ്ലാമിന്റെ ജിഹയെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിനും ഇങ്ങനെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് അനിവാര്യമായി അല്ലാഹു അനുവദിച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകചരിത്രത്തിൽ ഒരുപാട് പ്രതിരോധത്തിന്റെ പടനയിച്ച ഒരുപാട് ആളുകൾ, മഹാന്മാർ, സ്വാലിഹീങ്ങളുണ്ടായിരുന്നു, രക്തസാക്ഷികളുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നുമില്ലാത്ത മഹത്തരമായ ഒരു സ്ഥാനവും മാനവും വിശ്വാസികൾ വിശ്വത്തിന്റെ അഖില ദിക്കുകളിലും വകവെച്ചു കൊടുക്കുകയാണ് മഹാന്മാരായ ബദരീങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മുഴുവൻ പോരാട്ട പോർക്കളത്തിലും സമരഭൂമിയിലും അടരാടി വിജയം വരിച്ച പല രക്തസാക്ഷികൾക്കുമില്ലാത്ത ഒരു പവർ അല്ലാഹുവിന്റെ പ്രിയങ്കരരായ ബദരീങ്ങൾക്ക് വിശ്വാസി ലോകം വകവെച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ധാരാളം അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗവും അവിടുത്തോടുള്ള കടമയും കടപ്പാടും അവിടുത്തോടുള്ള പ്രണയവും കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവിടുത്തെ അനുചരന്മാരെയും അനുബന്ധമായി പോർക്കളത്തിൽ ഇറങ്ങിയവരെയും വാനോളം പുകഴ്ത്തുകയും പറയുകയും പാടുകയും അപദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പടച്ചവനോട് പ്രാർത്ഥിച്ച് ധാരാളം സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിയവരാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗം തന്നെയാണ് ബദരീങ്ങളെക്കുറിച്ച് സ്മരിക്കുകയും പറയുകയും പാടുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള മറ്റൊരു ചേതോവികാരമെന്ന് എന്റെ പ്രിയപ്പെട്ട സദസ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു ഹബീബിനോട് ഖൽബ് കൊണ്ടെടുക്കാനുള്ള വലിയ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ടൊരൽപ്പം ബദരീങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇതിന്റെ പകുതി ഭാഗം മുതൽ ഞാൻ പറയും. അതിനു മുമ്പ് സയ്യിദുനാ വ സയ്യിദുൽ ആലം വ സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള വിശ്വാസികളുടെ ഇഷ്ടങ്ങളെ വിധാനിക്കാൻ പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രഫുല്ലമായ അനുഗ്രഹീതമായ അനുരാഗികളുടെ അനന്തകോടി അശ്രുക്കൾ വീണ പുണ്യമായ മദീനയുടെ മണൽത്തരികളെ തെരഞ്ഞെടുക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധരായ ഹബീബായ പ്രവാചകനെ ഇഷ്ടം വെക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുമ്പോഴും ഹബീബായ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരവൃന്ദം പ്രവാചകനെ പ്രണയിച്ച് ജീവിതത്തിന്റെ സമൂലമായ അന്തരീക്ഷത്തിലും ആ പ്രവാചകന്റെ അനുരാഗം കൊണ്ട് അതിലയിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്യുമ്പോൾ അവിടുത്തെ ശേഷമുള്ള താബിഈങ്ങൾ ആ അനുരാഗത്തിന്റെ അനന്തമായ അലമാലകളെ ഏറ്റെടുത്ത് നമുക്ക് കൂടുതൽ സ്പഷ്ടമാക്കി തരുമ്പോൾ മഹാന്മാരായ ഇമാമിങ്ങളടക്കം കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരുമടക്കം യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പാടുകയും പറയുകയും പരിഭവം അർപ്പിക്കുകയും ചെയ്തിട്ടല്ലാതെ ലോകത്തു നിന്നൊരു പണ്ഡിതനും മടങ്ങിപ്പോയിട്ടില്ല എന്ന് ചരിത്രം സാക്ഷിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ കടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. ആ മാതാപിതാക്കളിൽ കൂടുതൽ കടമയുള്ളത് ഉമ്മയോടാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽവാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പരിശുദ്ധമായ ഖുർആൻ
അള്ളാഹുവിന്റെ കലാമിലൂടെ വ്യക്തമായി അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് മാതാപിതാക്കളോടുള്ള പ്രവിശാലമായ കടമ. എന്തിനാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയം പറയുമ്പോൾ മാതാപിതാക്കളുള്ള കടമയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഈ ആയത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടതുപോലെ മനസ്സിലാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കിനാവിൽ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കണ്ടവർക്ക് വീണ്ടും കണ്ട് ആസ്വദിക്കാനും അനുധാവനം അനുരാഗത്തിൽ മേമ്പടി ചേർത്തുകൊണ്ട് പ്രവാചകനെ അനുധാവനം ചെയ്യാനും അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മഹത്തായ സദസ്സിനെ കാണുകയും ആശീർവദിക്കുകയും ചെയ്ത അനുഗ്രഹീതരിൽ അള്ളാഹു നമ്മയും ഇതുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ പരാമർശിക്കാത്ത ഒരു പ്രമേയവും ഇല്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്. പക്ഷേ ഒരൊറ്റ വിഷയത്തെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ഒരു സ്വഭാവം ഖുർആനിലില്ല. സൂചനകളിലൂടെ കടന്നു പോവുകയാണ് ഖുർആൻ. പക്ഷേ പരിശുദ്ധരായ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയം അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടമകൾ വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽവാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ആ മാതാപിതാക്കൾക്ക് കൂടുതൽ തണുപ്പും തണലും ആശ്രയവും വേണ്ട ഒരു സമയം അവര് പ്രായം ചെല്ലുന്ന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ ആ മാതാപിതാക്കൾ രണ്ടുപേരുമോ അവരിൽ ഒരാളോ വാർദ്ധക്യ അവസ്ഥയിൽ നിങ്ങളെടുത്തെത്തിയാൽ, നമ്മുടെ പ്രിയങ്കരായ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ അവർ രണ്ടുപേരുമോ വാർദ്ധക്യ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലെത്തിയാൽ, ആ സമയമാണ് ഓരോ മക്കൾക്കും പിടുത്തം വിട്ടുപോകുന്ന സമയം. ആ സമയമാണ് അവന് ഈമാൻ ഉണ്ടോ ഇല്ല എന്ന് സമർത്ഥമായി നാം സംഗ്രഹിക്കുന്ന സമയം. ആ മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടുകളും എത്രത്തോളം അവൻ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള സഗൗരവമായ ഒരു പരാമർശം അപ്പോഴാണ് മനസ്സിലാകുന്നത്. സഹോദരങ്ങളെ, കാരണം ഓർമ്മക്കുറവുള്ള സമയം. ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ വിഷയം അതല്ല, അതൊരു ദിവസം വിശദീകരിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സൂചന നൽകാതെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കടമയെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് പറയുകയാണ്. നിസ്കാരം അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. പരലോകത്തിൽ ആദ്യമായി അല്ലാഹു ചോദിക്കുന്നത് നിസ്കാരമാണ്. ആ നിസ്കാരത്തെക്കുറിച്ച് പോലും സൂചനകളാണ് പരിശുദ്ധമായ ഖുർആനിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞപ്പോൾ അല്ലാഹു പരാമർശങ്ങൾ ഒന്നൊന്നായി അക്കമിട്ടുകൊണ്ട് പറയുകയാണ്. അങ്ങനെ പ്രായം ചെല്ലുന്ന മാതാപിതാക്കളോട് പലതും പലതും പല നിലക്കും നിനക്ക് പറയാൻ തോന്നും, പക്ഷെ ഒന്നും പറയരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്. പല അനിഷ്ടങ്ങളും വെളിവാകുന്നൊരു സമയമാണ്. പല അനിഷ്ടങ്ങളും നിനക്ക് വെളിവാകുന്നൊരു സമയമാണ്. പക്ഷേ ഒരനിഷ്ടഭാവത്തിന്റെ പ്രകട അടയാളമാകുന്ന ഛേ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം പോലും നീ നടത്തരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് നിങ്ങൾ എതിർത്ത് സംസാരിക്കരുത്, അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കരുത്, അവരെ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് സംസാരിക്കരുത്. പിന്നെ എങ്ങനെ അവരോട് പറയണം? അതും ഖുർആൻ പറയുന്നു. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വളരെ മാന്യമായ വാക്കുകൾ കൊണ്ട് അവരോട് നിങ്ങൾ സംസാരിക്കണം. ആ വാക്ക് കേട്ടാൽ മാന്യതയുള്ള വാക്കാണ് എന്ന് തിരിയണം. അങ്ങനെയുള്ള വളരെ മാന്യമായ പദങ്ങൾ കൊണ്ട് അവരെ നിങ്ങൾ അഭിമുഖീകരിക്കണം. പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മാ. അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് നീ താഴ്ത്തിക്കൊടുക്കണം. നിന്റെ കാരുണ്യ വലയത്തിൽ അവർ ജീവിക്കണം. അവരെ സ്വാന്തന വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സമാശ്വസിപ്പിക്കണമെന്ന് ഖുർആൻ പറയുകയാണ്. അവിടെയും നിർത്തുന്നില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മാ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.
പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു നിർത്തിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുപോലും ഖുർആൻ പറഞ്ഞു. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്നെ ചെറുപ്പകാലത്തിൽ തർബിയത്ത് ചെയ്തതുപോലെ അല്ലാഹുവേ അവരോട് നീ കരുണ കാണിക്കണമെന്ന് ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യേണ്ട പദം പോലും പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ ആലോചിക്കണം സഹോദരങ്ങളെ, ഇത്രയും വലിയ കടമയും കടപ്പാടുമുള്ള ആ മാതാപിതാക്കൾ, ഖുർആനാണ് ഞാൻ ഓതിയത്, ഇത്രയും വലിയ കടമയും കടപ്പാടുമുള്ള ഈ മാതാപിതാക്കളോടുള്ള ഇഷ്ടം ഹബീബായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളിന്റെ പേര് കേൾക്കുമ്പോൾ ഉള്ള ഒരു പ്രതികരണം പോലെ പ്രതികരിച്ചാൽ പ്രണയമുണ്ട് എന്നതിന്റെ പ്രകടമായ അടയാളം നമ്മൾ അന്നേരം മനസ്സിലാക്കും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ആവേശം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോഴാകണം. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അദ്കാറിൽ സ്വലാത്ത് ചെല്ലേണ്ട ആദാബുകൾ പറയുന്നിടത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അയ്യർഫഅ സൗതഹു, അവന്റെ ശബ്ദം ഉയർത്തിച്ചെല്ലണം. അടുക്കം പറയാനുള്ളതല്ല, പ്രഭാഷണം നടത്തുന്നവർക്ക് കേട്ട് ആസ്വദിക്കാനുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തെക്കാൾ ഈ പറയപ്പെട്ട ഇത്രയും വലിയ കടമയുള്ള മാതാപിതാക്കളോട് നിങ്ങളെ ഇഷ്ടം വന്നുപോയാൽ എന്താണ് അതിന്റെ പരിണിതഫലം? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയുള്ളവരെ വിളിച്ച പേരെന്താണെന്നറിയുമോ? തെമ്മാടി എന്നാ വിളിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ കടമയും കടപ്പാടും ഉന്നതമായ കടമകളും കടപ്പാടുമുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ, ആ മാതാപിതാക്കളെക്കാളും ഹബീബായ പ്രവാചകനോടുള്ള ഇഷ്ടത്തെക്കാളും ആ മാതാപിതാക്കളോടുള്ള സ്നേഹം ഉയർന്നുപോയാൽ, ഹബീബായ പ്രവാചകനോടുള്ള പ്രണയത്തിനേക്കാളും മാതാപിതാക്കളെ അവൻ ഇഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു അവനെ വിളിക്കുന്ന പേരെന്താണെന്നറിയുമോ? ഫാസിഖ് എന്നാണ്, തെമ്മാടി എന്നാണ്. ഇത് എന്റെ വകയല്ല, വഹാബ് നാനിയുടെ കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്ന് ഇറക്കിയ ഇറക്കുമതിയല്ല, പരിശുദ്ധമായ ഖുർആനാണ് സഹോദരങ്ങളെ. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين والله لا يهدي القوم الفاسقين. പരിശുദ്ധമായ ഖുർആനിൽ 15 നൂറ്റാണ്ട് മുമ്പ് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു പറയുകയാണ്. ഒരാൾക്കും സംശയിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ, 15 നൂറ്റാണ്ട് മുമ്പ് 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. 1500 വർഷത്തിന്റെ പഴക്കമുണ്ടായിട്ടും ഒരു വള്ളിപുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ മാനോകര മുഴുവനും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലേക്ക്, വിഹായുസിലേക്ക്, ബിരുമാറിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ഖുർആൻ പല സയന്റിസ്റ്റുമാരുടെയും തിയറികളെ മാറ്റി ചിന്തിപ്പിച്ച പരിശുദ്ധമായ ഖുർആൻ റസാഗരോഡിയെ പോലെ, മോറിസ് ബുഖായിയെ പോലെ, മുഹമ്മദ് അസദിനെ പോലെ, കാറ്റ് സ്റ്റീവൻസിനെ പോലെ, കമലാസുരയെ പോലെയുള്ള ലോകത്തിൽ ഒരുപാട് പ്രാതിനിധ്യം പ്രതിഭാശാലികളായ ആളുകളെ അല്ലാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുപോയ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ അസന്നിഗ്ധമായി പറയുകയാ, നബിയേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നബിയേ ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ. നബിയേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഹൃദയത്തിന്റെ കഷ്ണങ്ങളാകുന്ന നിങ്ങളുടെ മക്കൾ, അതുപോലെ നിങ്ങളുടെ രാവുകളെ പകലാക്കി തരുന്ന പ്രിയപ്പെട്ട പ്രാണപ്രേയസികൾ, നിങ്ങളുടെ സഹധർമ്മിണികൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, വഅശീറത്തുക്കും നിങ്ങൾക്ക് പ്രിയങ്കരായ നിങ്ങളുടെ കുടുംബക്കാർ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ ഒരുമിച്ച്
ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, ഹറാമേത് ഹലാലേത് എന്ന് ചിന്തിക്കാതെ രാപ്പകൽ അധ്വാനിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, എന്റെ ലാഭം കുറഞ്ഞു പോകുമോ, എനിക്കൊന്ന് നട്ടം വന്നു പോകുമോ, എന്റെ ബിസിനസ് പൊട്ടിപ്പോകുമോ, ഞാൻ തകർന്നു പോകുമോ, അവന്റെ ലാഭത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും പരിഭവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിസിനസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള ബിസിനസ്സും മാത്രമല്ല, അവരവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഭവനങ്ങളുണ്ടല്ലോ. ഏതൊക്കെ കടലിനക്കര പോയി വലിയ സാമ്രാജ്യത്തിന്റെ പറുദീസയിൽ അന്തിയുറങ്ങിയാലും അതേ കേരളത്തിന്റെ പച്ചപ്പിലാ ചെറിയ കൂരയിൽ വന്ന് കിടക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, ആ സുഖം ഒന്ന് വേറെ തന്നെയല്ലയോ. കേരളത്തിന്റെ കാറ്റടിക്കുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെയല്ലയോ. അവനുള്ള ആ ചെറിയ പായയിൽ കിടക്കയിൽ അവന്റെ ഓരത്തോട് ചേർന്ന ഭവനത്തിന്റെ ഓരം ചേർന്ന് കിടക്കുമ്പോഴുള്ള സന്തോഷമൊന്ന് വേറെ തന്നെയല്ലയോ. അങ്ങനെ അവൻ ഇഷ്ടപ്പെടുന്ന തൃപ്തികരമായ അവന്റെ ഭവനമുണ്ടല്ലോ. അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അല്ലാഹുവിനേക്കാൾ ഇഷ്ടപ്പെട്ടു പോയാൽ റസൂലുഹു, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടു പോയാൽ, സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട മാതാപിതാക്കളടക്കമുള്ള മുഴുവൻ ബന്ധുജനങ്ങൾ, അതുപോലെ അവന്റെ മറ്റുള്ള അവന് സ്നേഹിക്കുന്ന ആർഭാടങ്ങളും സ്വത്തും സമ്പത്തും കച്ചവടവും ബിസിനസ്സും ഭവനവും ഇതെല്ലാത്തിനേക്കാളും ഇതെല്ലാം ഹബീബായ പ്രവാചകനേക്കാൾ അവൻ ഇഷ്ടപ്പെട്ടു പോയാൽ, അല്ലാഹുവിന്റെ സമരമാർഗത്തെക്കാളും പടച്ചവന്റെ മാർഗത്തിലുള്ള സമര പോരാട്ടത്തെക്കാളും അവനിതൊക്കെ പ്രിയപ്പെട്ടു പോയാൽ, അവൻ ഇഷ്ടം കൂടിപ്പോയാൽ, അല്ലാഹുവിന്റെ ശിക്ഷയെ ഒന്ന് ഭയക്കണേ, പടച്ചവന്റെ ശിക്ഷയെ പ്രതീക്ഷിക്കണേ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഇങ്ങനെയുള്ളവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കില്ല. എങ്ങനെയുള്ള ആളുകളാ അൽ ഖൗമൽ ഫാസിഖീൻ, അങ്ങനെയുള്ള തെമ്മാടികളായ ആളുകള്, അങ്ങനെയുള്ള ഫാസിഖീങ്ങളായ ആളുകള്, അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല, അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. പരിശുദ്ധമായ ഖുർആൻ എന്റെ വകയല്ല, ഹബീബായ പ്രവാചകനേക്കാളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും നമ്മുടെ ഇഷ്ടം മാതാപിതാക്കളോടായി പോയാൽ, ഏത് മാതാപിതാക്കൾ ഇത്രയും വലിയ വിശാലമായ കടമ പറഞ്ഞ മാതാപിതാക്കളോട് ഈ പറയപ്പെട്ട ഹബീബിനെക്കാളും ഇഷ്ടം വന്നുപോയാൽ, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അസന്നിഗ്ധമായ ഖുർആന്റെ നസ്സാൻ, സംശയിക്കുന്നവർ ദീനിന്റെ ബൗണ്ടറിക്ക് പുറത്താൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, അന്ത ഉമ്മുൻ അംഅബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്ത് യാ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി الشفيع الابتحي والحبيب العربي. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം കൊണ്ട് നമുക്കെന്തും നേടാൻ പറ്റൂ സഹോദരങ്ങളെ. ആ പ്രവാചകനോടുള്ള മഹബത്ത് കൊണ്ട് ഇരു ലോകത്തിൽ വിജയിക്കാൻ പറ്റൂ സഹോദരങ്ങളെ. ഇത് വെറും പൊടിവാക്കല്ല. നാമൊക്കെ ചിന്തിക്കും, ചില ആളുകൾ ചിന്തിക്കും, അല്ല ഉസ്താദേ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ജീവിച്ചത് 15 നൂറ്റാണ്ടിനപ്പുറമല്ലയോ? ഹബീബായ പ്രവാചകൻ പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ ആമിനാന്റെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പരിശുദ്ധമായ മദീനയിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സദസ്സിലിരുന്നു കൊണ്ട് ചെല്ലുന്ന സലാത്ത്, ആ സലാത്ത് മലക്കുകൾ പുണ്യപ്രവാചകന്റെ പരിമളമോറുന്ന പരിസരത്തെത്തിച്ചു കൊടുക്കട്ടെ. ആ സലാത്ത് കണ്ടുകൊണ്ട് ഹബീബായ പ്രവാചകൻ പുഞ്ചിരിക്കട്ടെ. ആ സലാത്ത് ചൊല്ലിയ നാളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് അന്വേഷിക്കട്ടെ. ആ സലാത്തിന്റെ പാണ്ഡവമായി വന്ന സദസ്സിനെ കുറിച്ച് ഹബീബായ നബികൾ അന്വേഷിക്കട്ടെ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചത്തിന്റെ അഖില നിഖില വസ്തുക്കളെയും പടക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ നീലിമയെ പടക്കാൻ, ആ നീലിമയിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളെ പടക്കാൻ, അമ്പരചുംബികളായ പർവ്വതങ്ങളെ പടക്കാൻ, ആർത്തിരമ്പി വരുന്ന അലമാല തിരമാലകളെ പടക്കാൻ, ആ തിരമാലകടിത്തട്ടിലുള്ള കോടിക്കണക്കിന് അത്ഭുതങ്ങളെ പടക്കാൻ, കാനനങ്ങളെ പടക്കാൻ, സർവ്വ കാട്ടാനകളെയും കാട്ടരുവികളെയും കാട്ടാറുകളെയും പടക്കാൻ, ലോകത്തിലെ സർവ്വചേതന അചേതന ഗോചര അഗോചര വസ്തുക്കളെയും പടക്കാൻ കാരണക്കാരനായ ഒരു നേതാവായുള്ളൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ പുണ്യപ്രവാചകന്റെ പ്രണയതീരത്തോടടുക്കാതെ പടച്ചവന്റെ അടുക്കൽ പരിഗണനയില്ല. പല ആളുകളും ചിന്തിക്കും, ഉസ്താദേ, ഞങ്ങൾ 15 നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളവര് പ്രണയമല്ലയോ പറയുന്നത്? ഞങ്ങളുടെ പ്രണയം പറയുന്നത് കൊണ്ട്, ആ പ്രണയത്തെ ഘോഷിക്കുന്നത് കൊണ്ട്, ആ പ്രണയത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ട്, ആ പുണ്യപ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുകയാ, 2 അകലങ്ങളിലാ നമ്മളുള്ളത്. 2 അകലങ്ങളിലാ നമ്മളുള്ളത്. 2 അകലങ്ങളിലാ ഇക്കാലത്ത് ഈ പ്രദേശത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 അകലങ്ങളാ ഉള്ളത്. അതിലൊന്നാമത്തെ അകലം ഏതാണെന്നറിയുമോ? ഹബീബായ പ്രവാചകൻ ജീവിച്ചുപോയ കാലങ്ങൾ കൊണ്ടുള്ള അകലമാ. കാലങ്ങൾ കൊണ്ടുള്ള അകലമാ. 1500 വർഷത്തിന്റെ പഴക്കമുള്ള അകലമാ. രണ്ടാമത്തെ അകലം ഏതാണെന്നറിയുമോ? പ്രവാചകൻ ഉമ്മ വച്ചുറങ്ങുന്ന പരിശുദ്ധമായ മദീനയുണ്ടല്ലോ, ആ മദീന ദൂരം കൊണ്ടകലെയാണല്ലോ. എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം കടലിനക്കര പ്രവാചക പൊങ്കവര് പരിശുദ്ധമായ പച്ചക്കുബ്ബയെ, ആ പച്ചക്കുബ്ബയ്ക്ക് കീഴില്ല പരിശുദ്ധമായ മണ്ണിലും വച്ചുറങ്ങുന്ന ഹബീബായ പ്രവാചകൻ, അത് കാലം കൊണ്ടകലെയാണെന്നതുപോലെ അതേ ദൂരം കൊണ്ടും അകലെയാ. ഈ 2 അകലങ്ങളിലുള്ള ഒരു നേതാവിനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാ നമ്മുടെ സ്നേഹസ്പർശങ്ങളും സ്നേഹസ്പന്ദനങ്ങളും പ്രവാചകന്റെ പരിസരത്തെത്തുന്നത് അറിയുമോ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്, അല്ലാതെ വിഷമിക്കുക, മുഖം വിവർണമായിരിക്കുന്നു. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവർണമായിരിക്കും. സഹാബികൾ ചോദിച്ചു മാ യുബ്കീക യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത്? എന്തിനാ നബിയെ നിങ്ങളിങ്ങനെ കരയുന്നത്? എന്തിനാ പ്രവാചകരെ നിങ്ങളിങ്ങനെ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? നിങ്ങൾ ആരെക്കുറിച്ച് ഓർത്തിട്ടാ നിങ്ങളുടെ മുഖം വിവർണമായിട്ടുണ്ടല്ലോ, കണ്ണുനീരൊഴുക്കുന്നുണ്ടല്ലോ? നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണോ നിങ്ങൾ വിഷമിക്കുന്നത്? അങ്ങയുടെ അടുത്ത് നിഴലുപോലെ സഞ്ചരിച്ച് അങ്ങയുടെ പരിമളമോറുന്ന പരിസരത്ത് സദാ ഞങ്ങൾ കാണാറുള്ളവരാ, സന്നിഹിതരായവരാ. ഞങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടാണോ നിങ്ങൾ കരയുന്നത്, വിഷമിക്കുന്നത്, വിവർണമായിരിക്കുന്നത്? ഹബീബായ നബി എന്ന് പറയുമോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകം പറഞ്ഞതെന്താ? അല്ല മക്കളെ, നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടല്ല, നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടല്ല, നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടല്ല. ഞാൻ ഓർത്തുകൊണ്ട് കരയുന്നത്, എന്റെ മുഖം വിവർണമായിരിക്കുന്നത്, എന്റെ വിഷമത്തിന്റെ പ്രകടത നിങ്ങൾ കാണുന്നത് എന്താണെന്നറിയുമോ? അങ്ങകല കാലങ്ങൾക്കകലെ അവസാന കാലഘട്ടത്തിനോടോരം ചേർന്ന് വരുന്ന ഒരു പിടി മനുഷ്യര്, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു പിടി മനുഷ്യര്, അവരെന്നെ കണ്ടവരല്ല, അവരെന്റെ സദസ്സിലിരുന്നവരല്ല, അവരെന്റെ പ്രഖ്യാപനങ്ങൾ നേരിട്ട് കേട്ടവരല്ല, എന്റെ സദസ്സിൽ അവരിരുന്നവരല്ല, എന്നോട് നേരിട്ട് വർത്തമാനം പറഞ്ഞിട്ടുള്ളവരല്ല. കാലങ്ങൾക്കകലെയാണ് അവർ ജീവിക്കുന്നതെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാ, കൽബുകൊണ്ട് ഞാനുമായി അടുക്കുന്ന ആളുകളാ, എന്റെ പേരിൽ പ്രണയം പങ്കിടുന്ന ആളുകളാ, എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകളാ, എനിക്ക് വേണ്ടിയിട്ട് മദ്ഹ് ചെല്ലുന്ന ആളുകളാ. ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അകലം ഒരു പ്രശ്നമല്ല
ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ നല്ല ബോധത്തോടുകൂടി തന്നെ ഞാൻ പറയട്ടെയോ, ഞാൻ നിൽക്കുന്നത് ചരിത്രമുറങ്ങുന്ന മലപ്പുറത്തിന്റെ മണ്ണിലാ. മലപ്പുറത്തിന്റെ മണ്ണിലാ. പഴയ കാലത്തെ ചരിത്രത്തെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ ചരിത്രം തീർക്കാൻ മുന്നോട്ട് വരുന്ന ചെറുപ്പക്കാരാ, വേദനയുണ്ട് പൊന്നുമോനെ, വേദനയുണ്ട് പൊന്നുമോനെ. ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ 3 വർഷം ഞാൻ മന്ദിരായ വൈലത്തൂർ ദർസ് നടത്തിയിരുന്ന മഹാനായ കെ ഉസ്താദിന്റെ അടുത്ത് ദർസിലോതി പഠിച്ച ഒരു വിദ്യാർത്ഥിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ വന്യരായ ഉസ്താദവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മഹാനായ ശംസുൽ ഉലമയുടെയും മഹാനായ കെ ഹസൻ ഉസ്താദിന്റെയും പ്രിയപ്പെട്ട ശിഷ്യനായ അതേ കൊട്ടപ്പുറത്ത് താമസിക്കുന്ന വന്യരായ ഉസ്താദിന്റെ വൈലത്തൂരുള്ള ചെലവിൽ ദർസിൽ പഠിച്ച ഇവരീമനാ നിങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് മലപ്പുറത്തിന്റെ മക്കളുടെ ജിഹാദ് എനിക്കറിയാം ചെറുപ്പക്കാരാ, അവരുടെ ആവേശം എനിക്കറിയാം ചെറുപ്പക്കാരാ, അവരുടെ അനുരാഗം എവിടെയാണെന്ന് എനിക്കറിയാം ചെറുപ്പക്കാരാ, അവരാവേശം അലതല്ലുന്ന ദിവസം ഏതാണെന്ന് എനിക്കറിയാം ചെറുപ്പക്കാരാ. പൊന്നുമോനെ, ഞാൻ ഓർത്തു പോവുകയാ, ദർസിൽ പഠിക്കുന്ന സമയം പുറത്തേക്ക് വരുമ്പോൾ ഒരു ദിവസം നിസ്കാരം കിടന്നതാ, അതെല്ലാം കിടന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് വരുമ്പോൾ റോഡിന്റെ സൈഡിന് വലിയ ബഹളം കേൾക്കുകയാ, റോഡിന്റെ സൈഡിന് വലിയ ബഹളം കേൾക്കുകയാ. ചെറുപ്പക്കാരൊക്കെ ഒരുപാട് കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എന്താ മോനെ കാര്യം? കാരണം ആ റോഡിന്റെ സൈഡിൽ ബഹളം കേൾക്കുന്നു എന്ന് മാത്രമല്ല, എന്തൊക്കെയോ പാത്രങ്ങൾ വെച്ച് ചെമ്പൊക്കെ വെച്ചിട്ട് എന്തോ കാര്യമായി പാചകം ചെയ്യുകയാ. എന്താ വിശേഷമെന്നറിയാൻ ഞാൻ ആ ചെറുപ്പക്കാരോട് പരിചയമുള്ളവരോട് ചോദിച്ചു, മോനെ എന്താ വിശേഷമെന്ന് പറയൂ എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരെ സന്തോഷത്തോടെ പറയുകയാ, ഉസ്താദേ ഇന്ന് ലോകകപ്പ് തുടങ്ങുകയാ, ഇന്ന് വേൾഡ് കപ്പ് തുടങ്ങുകയാ, ഞങ്ങൾ ബിരിയാണി വെക്കുകയാ ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീലിൽ പന്തുണ്ടപ്പോൾ പരിശുദ്ധമായ റമളാനിന്റെ എത്രയോ രാവുകൾ നീ മലീമസപ്പെടുത്തി പൊന്നുമോനെ. പകലിൽ നീ പിടിച്ച നോമ്പ് നാളെ നിനക്കെതിരെ വരാമേ പൊന്നുമോനെ. ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തൊന്ന് ചിന്തിക്കടാ പൊന്നുമോനെ. അതുകൊണ്ട് ആലോചിക്കണേ, വല്ലാത്ത ആവേശമാ മലപ്പുറത്തിന്റെ ചെറുപ്പക്കാർക്ക്. ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, അതാ മെസ്സിയുടെയും നെയ്മറിന്റെയും ജേഴ്സി കാണുമ്പോൾ ആവേശമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയാന്തരാളത്തിന് പച്ചക്കുപ്പ കാണുമ്പോൾ ആവേശമുണ്ടോ? ഹബീബായ പ്രവാചകനെ കേൾക്കുമ്പോൾ ആവേശമുണ്ടോ? ആ മുത്തുനബി തങ്ങളോട് അനുരാഗത്തിൽ അഭിനയിക്കാനുള്ള ആവേശമുണ്ടോ? അന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ കുറിച്ചാണോ പൊന്നുമോനെ ഓർത്ത് കരഞ്ഞത്? അതോ ഹബീബായ പ്രവാചകനെ അനുരാഗം പങ്കിട്ടവരെ കുറിച്ചാണോ? ഒന്ന് ചിന്തിക്ക് പൊന്നുമോനെ, ഒന്ന് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. കേവലം ദുനിയാവിന്റെ പളപ്പളപ്പിൽ ആധുനികതയുടെ പളപ്പളപ്പിൽ കടന്നു നട്ടം തിരിഞ്ഞ് പുതിയ പച്ച പരിഷ്കാരങ്ങളെ പുൽകി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മുന്നോട്ട് പോയാൽ നഷ്ടപ്പെടാനുള്ളത് നിനക്ക് തന്നെയാ. കൂട്ടുകാർക്കുള്ള നഷ്ടമല്ല, നാട്ടുകാർക്കുള്ള നഷ്ടമല്ല, കൂട്ടുകാർക്കുള്ള നഷ്ടമല്ല. ഏകനായി മോഹമായി കിടക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിൽ ഒരു ചിത്രം കാണിക്കുമല്ലോ. ഈ ആളിനെ നിനക്കറിയുമോ? മലക്കുകൾ വരുമല്ലേ ചെറുപ്പക്കാരാ? ആ ഇരുളടന്ന ഖബറുണ്ടല്ലോ, ആദ്യ രാത്രി ഉണ്ടല്ലോ പൊന്നുമോനെ. നിന്റെ വിവാഹം കിടന്നിട്ട് പുത്തനുടുപ്പിന്റെ പുതുമണവും മത്തറിന്റെ നിറമണവുമായി പ്രിയപ്പെട്ട തന്റെ താരിയുമായിട്ട് മധുവിധു ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ, അതൊരാദ്യ രാത്രിയല്ല പൊന്നുമോനെ, അത് ഇമ്പോർട്ടന്റ് ഫസ്റ്റ് നൈറ്റ് അല്ല പൊന്നുമോനെ. ആദ്യ രാത്രിയുള്ളത് എവിടെയാണെന്നറിയുമോ? നീ മരിച്ചിട്ട് അന്നത്തെ ദിവസം ഖബറിലേക്ക് പോകുമ്പോഴുള്ള ആദ്യ രാത്രിയുണ്ടല്ലോ, അന്ന് നിന്റെ വിധി നിർണയം നടക്കുമ്പോൾ, അന്ന് നിന്റെ ചോദ്യോത്തരം നടക്കുമ്പോൾ, നീ അലമുറയിട്ട് കരയുമ്പോൾ, നീ ഫുട്ബോൾ കളിക്കാനും കാണാനും നിന്നോടൊപ്പം കൂട്ടം കൂടി നടക്കാനും രാത്രിയില്ലതാ ഉയരത്തിൽ ഫ്ലക്സ് വെച്ച് കെട്ടാനും കമന്റുകൾ പറയാനും കൊലവിളിക്കാനും കത്തികയറ്റാനും നിന്ന ഒരു കൂട്ടുകാരനും അവിടെ വരൂല്ല മോനെ. നിനക്കെല്ലാം തന്ന ഉപ്പയും ഉമ്മയും വരൂല്ല മോനെ. എല്ലാം പങ്കിട്ട് തന്ന പ്രിയപ്പെട്ട പ്രാണപ്രയസി വരൂല്ല മോനെ. ആ ഖബറിലേക്കൊരു നായകന്റെ പേര്, ആ ഖബറിൽ ഒരു നായകന്റെ ചിത്രം കാണിക്കയാ. പൊന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മമ്മൂട്ടിയുടെ ചിത്രമല്ല ചെറുപ്പക്കാരാ,
മോഹൻലാലിന്റെ ചിത്രമല്ല ചെറുപ്പക്കാരാ, സൽമാൻ ഖാന്റെ പടമല്ല പൊന്നുമോനെ, ഷാറൂഖ് ഖാന്റെ ചിത്രമല്ല പൊന്നുമോനെ, പടുക്കളവനായിട്ടും കുമാരനായിട്ട് അവതരിപ്പിക്കുന്ന അതേ തമിഴകത്തിന്റെ ദൈവം എന്നവര് പറഞ്ഞു നടക്കുന്ന അതേ ആ രജനീകാന്തിന്റെ ചിത്രമല്ല പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഹബീബുണ്ടല്ലോ, പ്രപഞ്ചത്തിന്റെ അധിപൻ ഈ ലോകം പണിതൊരുക്കിയത് ഏതൊരു നായകന് വേണ്ടിയിട്ടാണോ? നമ്മുടെ കൽബിന്റെ താളവും ലയവും മധുരവും എല്ലാമായി മാറേണ്ടി വരുന്ന മാറ്റിക്കൊടുക്കേണ്ടി വരുന്ന ഹബീബായ പ്രവാചകൻ, ലോകത്തിനമ്പിൾ തിങ്കളാക്കായ നാംദാർ താജ്ദാരെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിത്രം കാണിക്കും. അപ്പൊ നല്ലൊരു മറുപടി നിനക്ക് പറയണം, നല്ലൊരു മറുപടി പറയണം. ഇതെന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മലക്കുകളോട് പറഞ്ഞാലേ നിനക്കവിടെ പാസ്സാവാൻ പറ്റും. നിനക്കിപ്പോ എല്ലാ വിഷയത്തിനും A+ കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ആ സർട്ടിഫിക്കറ്റ് ഒന്നും ചെലവാവൂല. ഏതൊക്കെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നീ സംഭരിച്ചു എന്ന് പറഞ്ഞാലും ആ ഖബറിൽ ജീവിതം തുടങ്ങുന്ന സമയം, മരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒടുക്കമാണെന്നാ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അല്ല, ജീവിതത്തിന്റെ തുടക്കമാണ്. മരണം ജീവിതത്തിന്റെ തുടക്കമാണ്. അപ്പൊ പിന്നെ ഇതാ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള സമയമാണ്. അല്ലാതെ അപ്പുറം ഒരു വിലാസം ഇതിന് പറയാനില്ല. ഞാൻ ആ ഭാഗത്തെ കൂടുതൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോനെ, നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ടാണോ കണ്ണീരൊഴുക്കി കാലങ്ങൾക്ക് അകലെ നിന്നുകൊണ്ട് ഹബീബായ പ്രവാചകന്റെ മുഖം വിവർണമായത്? ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തീരുമാറാകട്ടെ. അല്ലേ? കാലം കൊണ്ട് അകലെയായാൽ പ്രവാചകനോടുള്ള പ്രണയത്തിന് പ്രസക്തിയുണ്ടോ എന്ന് പരിഭവിക്കുന്നവരെ, ഹബീബായ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾ ജിജ്ഞാസയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് മറ്റൊന്ന്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ഉറച്ചുറച്ച് ചെല്ലണമെന്ന് എനിക്ക് 1000 വട്ടം ആവർത്തിച്ച് പറയുന്നത് കൊണ്ടും എനിക്കൊരരോചകവുമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ അരോചകമാ. ഈ ഉസ്താദ് എന്തുവാ, ഒരുപാട് ഉസ്താദന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ 4ാമത്തെ വട്ടമായല്ലോ. സ്വലാത്ത് ഉറച്ചു ചെല്ലണമെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പരിഭവമില്ല. അത്രയും വലിയ പവറാ ചെറുപ്പക്കാരാ സ്വലാത്തിന്റെ പവർ. ഇന്നത്തെ നിസ്കാരങ്ങൾ നീ നിസ്കരിച്ചു, പക്ഷേ ഒരു മനുഷ്യനും ലായതിരിയ കുതിലത്ത് അമൃതത്ത് ആ നിസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ പറയാൻ പറ്റൂല. കഴിഞ്ഞ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ പകലന്തിയോളം റബ്ബിന് വേണ്ടി പട്ടിണി കിടന്നു, പാതിരയോളം നമ്മൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചു. അത് സ്വീകരിച്ചിട്ടുണ്ടോ കുബിലത്ത് അമൃതത്ത് നമുക്ക് പറയാൻ പറ്റൂല. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് പോയവരുണ്ട്, പോകാൻ തയ്യാറെടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ, പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ റബ്ബേ. പോയവരുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ദുരന്തത്തിലകപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉൾപ്പെടെ പടച്ചവനെ സുൽഫീഖർ നഈമി ഉൾപ്പെടെ ഖബറിലാണ് അല്ലാ. ദറജ നീ വർദ്ധിപ്പിക്കണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കർമ്മം എടുത്താലും നമുക്ക് സ്വീകരിച്ചു എന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. പക്ഷേ സ്വീകരിച്ചു എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരൊറ്റ കർമ്മമുണ്ട് ചെറുപ്പക്കാരാ, അത് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സലാത്ത. ആ ഒരു സലാത്ത് ചെല്ലുമ്പോൾ ആ സമയം തന്നെ അതിന്റെ ഇഖ്ലാസ് പടച്ചവൻ നോക്കുന്നില്ല, അതിന്റെ പ്രൊണൗൺസിയേഷൻ പടച്ചവൻ നോക്കുന്നില്ല. ആ സമയം തന്നെ 10 പ്രതിഫലം പടച്ചവൻ രേഖപ്പെടുത്തുമ്പോൾ, 10 തിന്മകളെ റബ്ബ് പൊരുത്തപ്പെട്ടു തരുമ്പോൾ 10 നന്മകളെ രേഖപ്പെടുത്തുമ്പോൾ, 10 ദറജ ഉയർത്തുമ്പോൾ, 10 ആവശ്യങ്ങളെ അല്ലാഹു പൂർത്തിയാക്കുമ്പോൾ, 10 വിപത്തുകളെ അല്ലാഹു തട്ടിമാറ്റുമ്പോൾ ഒരു സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന പരിണിത ഫലമാ പൊന്നുമോനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതാ കാലം കൊണ്ട് അകലെയാണെങ്കിലും അനുരാഗികളെ അല്ലാഹുവിന്റെ റസൂൽ അടുത്തറിയുന്നതാ. പ്രദേശം കൊണ്ട് അകലെയാ. എങ്ങനെയാ പ്രദേശം കൊണ്ട് അകലെയാകുമ്പോൾ? ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തറിയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാം അറിയാം, ഹബീബായ പ്രവാചകന്റെ പരിമളമോറുന്ന പരിസരത്ത് സഹാബി പ്രമുഖരായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ പല സഹാബി പ്രമുഖന്മാരും പ്രവാചകന്റെ പരിസരത്തിരിക്കുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലയോ ഉമറേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഉമറേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഉമറേ. അതാ യമൻ രാജ്യത്ത് കർണ പ്രവിശ്യയിൽ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുന്നു. പൊന്നുമോനെ, അവൻ ഇന്ന് വരെ എന്നെ കണ്ടിട്ടില്ല, എന്റെ അടുത്ത് വന്നിട്ടില്ല, ഞാനും അവനെ കണ്ടിട്ടില്ല. ഇന്ന് വരെ മദീന അവനെ തടുക്കി തലോടിയിട്ടില്ല, ഇന്ന് വരെ ഈ പരിസരത്ത് അവനെത്തിയിട്ടില്ല. പക്ഷേ അവൻ വലിയ മഹത്വമുള്ളവനാ. ഓ ഉമറേ, എന്റെ സലാമു നീ എപ്പോ അവനെ കണ്ടാലും പറയണേ ഉമറേ. സഹോദരങ്ങളെ, ചിന്തിക്കണം. ഉവൈസ് ഇബ്നു ആമിർ തങ്ങളോട് ഹബീബായ പ്രവാചകൻ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ, ആ ഉവൈസുൽ ഖർനിയോട്, ഉവൈസ് ഇബ്നു ആമിറിനോട് എന്റെ സലാമു പറയണേ ഉമറേ. നിന്റെ പാപം പൊറുക്കാൻ, നിന്റെ പാപങ്ങളൊക്കെ പൊറപ്പിക്കാൻ വേണ്ടി ആ ഉവൈസിനെ കൊണ്ട് ദ്വാരപ്പിക്കണേ, അവനെ നീ മുസാഫഹത്ത് ചെയ്യണേ എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ മുമ്പിലുള്ള ഉമറുൽ ഫാറൂഖ് തങ്ങളടക്കമുള്ള സഹാബികൾക്ക് അത്ഭുതമായി പടച്ചവൻ ഇതെന്ത് അത്ഭുതമാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലുള്ളവരാ, ഒരു തവണ പോലും അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, ഒരു തവണ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തണഞ്ഞിട്ടില്ല. പക്ഷേ ഇത്ര വലിയ പവർ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അന്ന് മുതൽ യമനിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തോടൊക്കെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഉവൈസുൽ ഖർനി അറിയുമോ, ഉവൈസിനെ അറിയുമോ, ഉവൈസിനെ അറിയുമോ? ഒരു അടയാളവും കൂടി പ്രവാചക പുങ്കവർ പറഞ്ഞു കൊടുത്തു. വെള്ളപ്പാണ്ടിന്റെ അടയാളത്തിൽ അത്രയുമുള്ള ഒരു നാണയത്തുട്ടിന്റെ അത്രയുമുള്ള അനുപാതത്തിൽ ഒരടയാളം അദ്ദേഹത്തിന്റെ ശരീരത്തുണ്ട്, ഒരു വെളുത്ത അടയാളം അയാളുടെ ശരീരത്തുണ്ട്. എല്ലാ അടയാളവും മഹാവിലാസവും മഹാനായ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ഓരോ കച്ചവടക്കാരോടും ഉവൈസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതാ ഉവൈസിനെ കിട്ടുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല, വിലാസം കിട്ടുന്നില്ല. അവസാനം ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം യമനിൽ നിന്ന് വന്നൊരു കച്ചവടക്കാരെ കണ്ടുമുട്ടി. അവരോട് ചോദിക്കുന്നു, ഇന്ന അടയാളങ്ങളുള്ള ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു, ഉവൈസിനെ അറിയുമോ? അവര് പറയുന്നു, ഞങ്ങൾക്കറിയാം, ഉവൈസിനെ ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ ദീർഘമായ ചരിത്രമായ അതിന്റെ കൂടുതൽ ആടുകളിലേക്ക് കടക്കുന്നില്ല. അവസാനം ഓടിക്കതച്ച് കണ്ടുപിടിച്ചു ഉവൈസ് ഇബ്നു ആമിറിനെ. ഉവൈസ് ഇബ്നു ആമിറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും ചെങ്കോലുവാടിയ സിംഹാസനത്തിൽ കിടന്ന മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാ, അല്ലയോ ഉവൈസേ, അല്ലയോ ഉവൈസേ, അല്ലയോ ഉവൈസേ, ലോകത്തിന്റെ അമ്പലത്തിങ്ങൾ നിങ്ങൾക്ക് സലാം പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്റെ പാപം പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണേ ഉവൈസേ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. വാരി പുണർന്നു ചുമചുംബനം കൊടുത്തുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ചോദിക്കയാ, അല്ല ഉവൈസേ, ഇന്ന് വരെ നീ ഹബീബായ പ്രവാചകനെ കണ്ടിട്ടില്ല, നീ ഞങ്ങളുടെ ചാരത്ത് വന്നിട്ടില്ല, നീ പരിശുദ്ധമായ മദീനത്തെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ നീ ഇത്രത്തോളം ഹബീബായ പ്രവാചകൻ നിന്നെ പരിചയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അകലങ്ങളിൽ താമസിക്കുന്ന മഹാനായ ഉവൈസുൽ ഖർനി തങ്ങൾ ഹബീബായ പ്രവാചകനോടെടുത്തതെന്താ? പ്രണയമെന്ന അത്ഭുത സിദ്ധി കൊണ്ടാ. സഹോദരങ്ങളെ, അകലം ഒരു പ്രശ്നമല്ല, വഴിദൂരം ഒരു പ്രശ്നമല്ല, കാലം ഒരു പ്രശ്നമല്ല, പ്രണയം കൊണ്ടാണ് ഹബീബായ പ്രവാചകനോടടുക്കാനുള്ളത്. ഹബ്ബിനേക്കാൾ വലിയ അമലുമില്ല. ഉമറുൽ ഖാദി തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുഹു അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദല്ലാഹി മുനഅമൻ തനഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്കൊരുപാട് അനുരാഗമായിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തത്രയും പ്രണയമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്, ഞാൻ പലപ്പോഴും ഹബീബായ പ്രവാചകന്റെ മദീനത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടതാ. ഞാൻ അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ വീട്ടിൽ നിന്ന് കടന്നുകൊണ്ട് വിളിക്കുന്നു, മോനെ ഉവൈസേ, നീ പോകരുത്, നീ പോയാൽ എനിക്കാരാവുള്ളത്, ഞാൻ രോഗിയായി കിടക്കുകയല്ലയോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പിന്നിൽ നിന്നുള്ള വിളി കേൾക്കുമ്പോൾ ആ പ്രണയം എന്റെ ഉള്ളിൽ ലഹരിയായിട്ട് ഞാൻ ഒതുക്കിക്കൊണ്ട് പിന്നെയും ഞാൻ കാലങ്ങളെ കടിച്ചുകൂട്ടി. അങ്ങനെ എന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളും ഹബീബായ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരാ, അല്ലയോ വയസ്സേ, നിങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ പല വിഷയങ്ങളും മഹാനായ വയസ്സിൽ കർണിത്തങ്ങൾ പറഞ്ഞെങ്കിൽ അതിൽ ഒരു വിഷയം നമ്മളും ഓർക്കണേ സഹോദരങ്ങളെ. പരിശുദ്ധമായ അതേ യുദ്ധത്തില്, അവിടുത്തെ സമര പോർക്കത്തില് അവിടുത്തെ പരിശുദ്ധമായ മുമ്പല്ല് ഷഹീദായല്ലോ, അവിടുത്തെ മുമ്പല്ല് പൊട്ടിപ്പോയല്ലോ. ആ മുമ്പില് പൊട്ടിപ്പോയ വിവരം നീ അറിഞ്ഞപ്പോ, ഈ വയസ്സിൽ കർണി അറിഞ്ഞപ്പോ വ്രതങ്ങളോട് ചോദിക്കയാ, നിങ്ങളെന്താ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പല്ല് പൊട്ടപ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടായിരുന്നോ? നിങ്ങൾ വിഷമിച്ചുപോയോ? നിങ്ങൾ വിതുമ്പിപ്പോയോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാ, ഞങ്ങൾക്ക് അസഖ്യമായ വേദന ഞങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അറിയുമോ, എന്റെ വേദന തീർത്തത് എങ്ങനെയാണെന്നറിയുമോ? ആ വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ ഏത് പല്ലാണ് പ്രവാചകന്റെ പല്ല്, ഏത് പല്ലാ പൊട്ടിപ്പോയതെന്ന് ഞാൻ വ്യക്തമായി അറിഞ്ഞില്ല. അതുകൊണ്ട് വാഹദത്തുൽ ഹജറ, ഞാനൊരു കല്ലെടുത്തുകൊണ്ട് ഫളറബത്തു, ഞാനതാ എന്റെ പല്ലിലേക്ക് ഇടിച്ചുകൊണ്ട് ഒന്നല്ല, എന്റെ മുഴുവൻ പല്ലുകളും ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. എന്റെ മുത്തുനബിയുടെ ഒരു പല്ല് പോയോ, ഈ വയസ്സിന് നീ പല്ലിന്റെ ആവശ്യമില്ല. അങ്ങനെ മുഴുവൻ പല്ലുകളും അനുരാഗത്തിന്റെ പേരിൽ പൊട്ടിച്ചു കളഞ്ഞവനായി വയസ്സെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെയല്ല മഹാനായ ഉവൈസുൽ ഖർനി ഇത്രയും വലിയ സ്ഥാനം വാങ്ങിയത്. അറിയുമോ, മദീനത്ത് നിന്ന് മക്കത്ത് നിന്നതേ അറേബ്യ നാട്ടിൽ നിന്ന് കച്ചവടക്കാര് അതാ യമനിലേക്ക് വരുമ്പോൾ, യമനിൽ നിന്ന് അവിടേക്ക് പോയി തിരിച്ചു മടങ്ങുമ്പോൾ മഹാനായ ഉവൈസുൽ ഖർനി അവരുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാ. കൂട്ടരെ നിൽക്കണേ, ഒന്ന് നിൽക്കണേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കൂട്ടത്തിൽ മദീനത്ത് പോയ ആരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ മദീനത്ത് പോയ ആരെങ്കിലും ഉണ്ടോ? അവരെ നഅം, അതേ ഞങ്ങൾ പോയി, ഞാൻ പോയി എന്ന് ആരെങ്കിലും അതേ എന്ന മറുപടി പറഞ്ഞാൽ, രണ്ടാമത്തെ ഉവൈസുൽ ഖർനിയുടെ ചോദ്യം എന്താണെന്നറിയുമോ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എന്റെ ഹബീബിനെ കണ്ടോ? നിങ്ങൾ എന്റെ മുത്തുനബിയെ കണ്ടോ? മദീനത്ത് പോയ നിങ്ങൾ എന്റെ റസൂലിനെ കണ്ടോ? എന്റെ ഹൃദയത്തിന്റെ രാജകുമാരനെ കണ്ടോ? എന്റെ ഹൃദയത്തിന്റെ അനുരാഗത്തിന്റെ രാജകുമാരനെ കണ്ടോ? അവർ അതേ എന്നെങ്ങാനും പറഞ്ഞാൽ, അതിലൊരാൾ ഞാൻ നബിയെ കണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ ഓടിച്ചെന്നുകൊണ്ട് അയാളെ വാരിപ്പുണർന്നുകൊണ്ട് ആ കണ്ണുകൾക്കിടയിൽ ചുംബനം കൊടുത്തുകൊണ്ട് മഹാനായ ഉവൈസുൽ ഖർനി പറയുകയാ, ഭാഗ്യമുള്ള കണ്ണ്, എന്റെ ഹബീബിനെ കാണാൻ ഭാഗ്യം കിട്ടിയ കണ്ണ്, എന്റെ മുത്തു റസൂലിനെ കാണാൻ ഭാഗ്യം കിട്ടിയ കണ്ണ്, ലോകത്തിന്റെ അമ്പിളിത്തിങ്കളെ കാണാൻ ഭാഗ്യം കിട്ടിയ കണ്ണ്. കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണിൽ ചുംബിക്കുന്ന ഉവൈസുൽ ഖർനി അനുരാഗികളുടെ മാതൃകാ പുരുഷനായിട്ട്, ചെറുപ്പക്കാരാ, മലപ്പുറത്തിന്റെ ചെറുപ്പക്കാരാ, നിനക്ക് സ്നേഹിക്കാനൊരു നായകനുണ്ട് പൊന്നുമോന്. അത് കലാകായിക രംഗങ്ങളിൽ ശോഭിക്കുന്നവരല്ല, സിനിമാ നടീനടന്മാരല്ല, ഫുട്ബോൾ സ്പൈക്കർമാരല്ല, ക്രിക്കറ്റിന്റെ ഇതിഹാസമെന്ന് നീ പറയുന്നവരല്ല. അത് ഹബീബായ പ്രവാചകൻ ഫാക്കൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി മൗലായ സ്വല്ലി വസല്ലം. കുറച്ച് للخلق كلهم يد حبيب محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുരാഗത്താൽ അഭിനിവേശം കാണിക്കുന്നവരാണ് ഹബീബായ പ്രവാചകൻ. കാലങ്ങൾക്കകലെയാണെങ്കിലും കണ്ടറിയും, അതേ വഴിദൂരം കൊണ്ടകലെയാണെങ്കിലും കണ്ടറിയും. രണ്ട് അകലങ്ങളെ പ്രണയം ഭേദിച്ചു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കണ്ടയോ? ഹബീബായ പ്രവാചകനോടുള്ള ഇഷ്ടം മാറ്റിവെച്ച് മറ്റൊരാളിനോട് ഇഷ്ടം കൂടിപ്പോയാൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ രണ്ടു ലോകത്തിലും രക്ഷപ്പെടാൻ സാധ്യമല്ല. അറിയുമോ സഹോദരങ്ങളെ, ഈ ഉമറുൽ ഫാറൂഖ് തങ്ങൾ തന്നെ, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എനിക്കങ്ങയോട് ഇഷ്ടമാണ് നബിയേ, എനിക്കങ്ങയോട് വല്ലാത്ത പ്രണയമാണ് നബിയേ, എനിക്കൊരുപാട് ഇഷ്ടം അങ്ങയോടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിന്റെ ഇഷ്ടത്തിന്റെ തോത് എന്നോടൊന്ന് പറയുമോ? നിന്റെ ഇഷ്ടം എങ്ങനെയാണെന്ന് എന്നോടൊന്ന് പറയുമോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെക്കാളും എന്റെ ഭാര്യയെക്കാളും എന്റെ സന്താനങ്ങളെക്കാളും എനിക്ക് പ്രിയപ്പെട്ട എന്റെ കുടുംബവും കൂട്ടുകാരും നാട്ടുകാരും ഞാൻ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എല്ലാവരെക്കാളും എനിക്ക് അങ്ങയോട് ഇഷ്ടമുണ്ട് യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഇഷ്ടം അംഗീകരിച്ചാലും യാ റസൂലല്ലാഹ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ഉമറേ, നിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടില്ല, ഉമറേ, നിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടില്ല, ഉമറേ, നിന്റെ ഇഷ്ടം പൂർത്തീകരിച്ചിട്ടില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഞെട്ടിപ്പോയി, പടച്ചവനെ എന്താണ്, എവിടെയാണ് കുറവ് സംഭവിച്ചത്, എന്താണ് ഞാൻ ഇഷ്ടം പറയാൻ ബാക്കി വെച്ചു പോയത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയും, അല്പനേരം ചിന്തിച്ചതിന് ശേഷം ഹബീബായ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ശരീരത്തെക്കാൾ എന്റെ ആത്മാവിനേക്കാൾ ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഇന്നി ഉഹിബ്ബുക മിൻ റൂഹി യാ റസൂലല്ലാഹ്, എന്റെ ആത്മാവിനേക്കാളും ഞാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നു നബിയെ. അതുകൊണ്ടാ സഹോദരങ്ങളെ, ലോകത്തിൽ എത്ര വലിയ ആത്മീയ നേതാക്കന്മാര് കടന്നുപോയിട്ടുണ്ട്, ലോകത്തിൽ എത്ര വലിയ ആചാര്യന്മാര് കടന്നുപോയിട്ടുണ്ട്, ലോകത്തിൽ എത്ര വലിയ ചരിത്ര വീഥികളിലൂടെ കടന്നുപോയ അപ്പോസ്തലന്മാര് കടന്നുപോയിട്ടുണ്ട്. അവർക്കും ഒരുപാട് അനുയായികളുള്ള ചരിത്രം നമുക്കറിയാമല്ലോ സഹോദരങ്ങളെ. പക്ഷേ ഒരു ലോകനായകൻ അവിടുത്തെ അനുയായികളെ വിളിക്കുമ്പോൾ അവിടുത്തെ അനുചരന്മാർ പറയുന്നത് പോലെയുള്ള ഒരു മറുപടി ലോകത്തെ അനുയായികളും അവരുടെ നേതാക്കളോട് പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. യാ അബൂബക്കർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചാൽ, യാ ഉമർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചാൽ, യാ ഉസ്മാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചാൽ ഞാനിതാ വരുന്നു എന്നല്ല അവർ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലെ അബൂബക്കർ എത്തി എന്നല്ല പറയുന്നത്, ഉമർ എത്തി എന്നല്ല ഉമർ തങ്ങൾ പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നതെന്നറിയുമോ? ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. ഹബീബായ പ്രവാചകരെ, റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്നെ വിളിച്ചോ നബിയേ, എന്റെ ഉമ്മയും ഉപ്പയും അങ്ങക്ക് ദണ്ഡമാണ് നബിയേ, എന്റെ ആത്മാവ് അങ്ങക്ക് സമർപ്പണമാണ് നബിയേ, പറഞ്ഞാലും നബിയേ, പറഞ്ഞാലും നബിയേ എന്ന് സഹാബികൾ പറയുമ്പോൾ അങ്ങനെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പരിസരത്ത് സഹാബികളോട് കൂടിയതുപോലെ ഒരു നേതാവിന്റെ കാലത്തും ഒരു അനുയായികളും വന്ന ചരിത്രം ലോകത്തില്ല സഹോദരങ്ങളെ. അറിയുമോ ഹബീബായ പ്രവാചകനോടുള്ള പ്രണയം കാരണം സദസ്സിലിരിക്കുന്ന സഹാബികൾ? ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലിരിക്കുന്ന സഹാബികൾ ഹബീബായ പ്രവാചകന്റെ ക്ലാസ് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ക്ലാസ് കഴിഞ്ഞാൽ പല സഹാബികളും അവിടെ തന്നെ ഇരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മോനെ പോകുന്നില്ലേ? ക്ലാസ് കഴിഞ്ഞല്ലോ, ഇന്നത്തെ അധ്യാപനം കഴിഞ്ഞല്ലോ, ഇന്നത്തെ വിജ്ഞാന വിരുന്ന് പൂർത്തിയായല്ലോ, നിങ്ങൾ വീടുകളിലേക്ക് പോകുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആ സഹാബികൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖം വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാ യാ റസൂലല്ലാഹ്, എന്ത് വീടാ, എന്ത് വീട്ടുകാരാ,
അങ്ങയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അതേ നല്ല പകൽ സമയത്ത്, വെയിലുള്ള സമയത്ത്, നട്ടുച്ച സമയത്തിരിക്കുന്ന സമയം മുമ്പിലുള്ള സഹാബികൾ പലരും സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കുകയാ. പിന്നീട് കത്തിജ്വലിച്ച് 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്, ആ സൂര്യനിലേക്ക് ശ്രദ്ധിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കുകയാ. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാ. സഹോദരങ്ങളെ, സൂര്യനിൽ നോക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തും നോക്കുകയാണ്. മാറി മാറി നോക്കിയിട്ട് ഹബീബായ പ്രവാചകനോട് സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഈ സൂര്യന്റെ പ്രഭാകിരണമുണ്ടല്ലോ, ഇതിന്റെ പ്രശോഭിതമായ പ്രഭാകിരണമുണ്ടല്ലോ, അങ്ങയുടെ പ്രോജ്വല പ്രഭയെ പരാജയപ്പെടുത്താൻ ഒരിക്കലും കഴിയുന്നില്ല. ഏറ്റവും തിളക്കവും വിളക്കവും പ്രഭാതുല്യമായ പ്രശോഭിതമായ മുഖം അത് സൂര്യമുഖമല്ല, അതെന്റെ ഹബീബായ നബിയേ അങ്ങയുടെ മുഖമാണെന്ന് സഹാബികൾ പറയുമ്പോൾ, പിന്നെ മറ്റു സമയങ്ങളിൽ അതേ നല്ല നിലാവുള്ള രാത്രിയിൽ 14 രാവിലെ പൂർണ്ണചന്ദ്രൻ ശോഭിച്ചു നിൽക്കുമ്പോൾ അതുപോലെ തന്നെ സഹാബികളാ ചന്ദ്രോദയത്തിലേക്ക് നോക്കുകയാ. തന്റെ മുമ്പിലുള്ള ലോകനായകന്റെ സൃഷ്ടാവിന്റെ ഹബീബിലേക്ക് നോക്കുകയാ, ലോകനായകനിലേക്ക് നോക്കുകയാ. പിന്നെയും ചന്ദ്രനിലേക്ക്, പിന്നെയും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് അവര് പറയുന്നു, ഇല്ല നബിയേ, ഇല്ല നബിയേ, 14 രാവിലെ പൂർണ്ണചന്ദ്രന് കാണുന്ന ശോഭയുണ്ടല്ലോ, അത് അങ്ങയുടെ മുഖത്ത് ഒളിമിന്നുന്ന ശോഭയേക്കാൾ വലുതല്ല നബിയേ. അതുകൊണ്ട് നമ്മൾ പാടുന്നു, അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. ആ ഹബീബിന്റെ പ്രണയ പ്രപഞ്ചത്തിലേക്ക് അതിലയിച്ചിട്ടല്ലാത്ത ഒരു സഹാബിയും അവിടുന്ന് വലിയ പദവി കിട്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ, അല്ലാഹു അവരെയും അവരെ അല്ലാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് സഹാബികളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ. അതിനേക്കാളും വലിയ പരാമർശം വേറെ എന്താ പറഞ്ഞത്? അല്ലാഹു അവരെയും അവരെ അല്ലാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവരെയും അവരെ അല്ലാഹുവും തൃപ്തിപ്പെടുക എന്നതിനേക്കാൾ വലിയ പദവി പ്രപഞ്ചത്തിൽ വേറെയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സ്വഹാബികൾക്ക് ആ പദവി ലഭ്യമായത്? അതാണ് ഹബീബിനോടുള്ള മഹബ്ബത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അത്രയും വലിപ്പമാണ്, അതിന്റെ ഗൗരവം അത്ര വലുതാണ്. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹിനോട് ആരെങ്കിലും വെറുപ്പ് വെച്ചുപോയാൽ, ഹബീബായ നബി തങ്ങളോട് ആരെങ്കിലും ഇഷ്ടക്കുറവ് വന്നുപോയാൽ, റസൂലുള്ളാഹ് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞുപോയാൽ, ഹബീബായ പ്രവാചകന്റെ വ്യക്തിപ്രഭാവത്തിന് മങ്ങലേക്കുന്ന ഒരു പരാമർശം നടത്തിപ്പോയാൽ, പ്രവാചകന്റെ അത്യുന്നതമായ പദവിയെ ചോദ്യം ചെയ്യുകയോ ഇകഴ്ത്തിക്കാട്ടുകയോ ചെയ്യുന്ന ഒരു വരിയിട്ട് പോയാൽ, അതിനുവേണ്ടി ഏതെങ്കിലും സ്റ്റേജുകളോ പേജുകളോ മാറ്റിവെച്ചു പോയാൽ, അവന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ, ദുർഗതിയാ, ദുർഗതിയാ, ദുർഗതിയാ. സഹോദരങ്ങളെ, മറിച്ചു നോക്കി ഇമാം മുസ്ലിം പറയുകയാ. അതാ മുസ്ലിം ഒന്ന് മറിച്ചു നോക്ക്, കിതാബുൻ നിഫാഖ് ഒന്നെടുത്ത് നോക്ക്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സില് അള്ളാഹുവിന്റെ ഹബീബുമായിട്ട് ഒരാളങ്ങോടക്കി അള്ളാന്റെ റസൂലുമായിട്ടങ്ങ് ദേഷ്യം വെച്ചുപോയി, പ്രവാചകനോട് പിണങ്ങിപ്പോയി, അയാൾ സദസ്സിൽ നിന്നങ്ങ് എഴുന്നേറ്റുപോയി. സഹോദരങ്ങളെ, ലോകത്തിലെ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിൽ നിന്നും അയാളങ്ങ് പോയി. ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? പിന്നീട് ഹവ്വദ, ആ മനുഷ്യൻ യഹൂദിയായി പോയി. സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബായ പ്രവാചകനോട് പിണങ്ങിപ്പോയ ആളിന്റെ അവസ്ഥയാ പറയുന്നത്. ഹവ്വദ, ആ മനുഷ്യൻ യഹൂദിയായി പോയി. അയാൾ യഹൂദിയായി എന്ന് മാത്രമല്ല, അവസാനം അയാൾ ചത്തുപോയപ്പോൾ, യഹൂദികളുടെ കുടുംബത്തിൽ കിടന്നു തന്നെ ചത്തുപോയപ്പോൾ, ആ യഹൂദികൾ ബാക്കിയുള്ളവർ വന്നു. ഫഹഫറൂ ലഹു ഖബ്റ, അയാൾക്ക് വേണ്ടിയിട്ടൊരു ഖബറുണ്ടാക്കി, ആ യഹൂദിക്ക് വേണ്ടിയിട്ടൊരു ഖബറുണ്ടാക്കി. ആ ഖബറിൽ കുടിച്ചിട്ടോ സുബ്ഹാനല്ലാഹ് അവരെല്ലാം മടങ്ങിപ്പോയി. ഫലമ്മ കാനൽ ഖുദു, അടുത്ത ദിവസമായപ്പോൾ സുബ്ഹാനല്ലാഹ് ഫനബദതുൽ അർളു, ഭൂമി ആ മനുഷ്യനെ റിജക്ട് ചെയ്തു കളഞ്ഞു. ഭൂമി അതാ വലിച്ചെറിഞ്ഞിരിക്കുക. ഖബറിൽ പോലും ആ മനുഷ്യന് കിടക്കാൻ പറ്റിയിട്ടില്ല. അള്ളാന്റെ റസൂലിനോട് വെറുപ്പ് വെച്ചവന് പച്ച മണ്ണിന് പോലും വേണ്ട ചെറുപ്പക്കാരാ, ചിന്തിക്കുമെന്ന് മോനെ. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ പരോക്ഷത്തിൽ എങ്ങനെയായിരുന്നാലും പുത്തംവാദിയോടുള്ള മൃദു സമീപനം നിന്റെ അനുരാഗത്തെ കുറയ്ക്കുന്നതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹബീബിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനും ഹബീബിനെ വെറുക്കുന്നവരെ വെറുക്കാനും ഞങ്ങൾക്ക് മനസ്സ് തരണേ അല്ലാ. അത് സ്നേഹത്തിന്റെ ഭാഷയാണ്, സ്നേഹത്തിന്റെ അധ്യാപനമാ. ഞങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ നീ ഈമാനും ഇഖ്ലാസും ഊട്ടിയുറപ്പിക്കണേ അല്ലാ. രണ്ടാമതും കൊണ്ടുപോയി അയാളെ കുടിച്ചിട്ടു. രണ്ടാമത്തെ ദിവസവും വേറൊരു ഖബറുണ്ടാക്കിയിട്ട് കുടിച്ചിട്ടു. സുബ്ഹാനല്ലാഹ്, അടുത്ത ദിവസമായപ്പോൾ അതേപോലെ തന്നെ ഫനബദതുൽ അർളു, ഭൂമി അതാ പുറത്തേക്ക് റിജക്ട് ചെയ്തിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാം ദിവസവും തഥൈവ കുടിച്ചിട്ടു. സുബ്ഹാനല്ലാഹ്, അടുത്ത ദിവസം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അവസാനമായ യഹൂദികൾ ആ യഹൂദിയായ മനുഷ്യന്റെ ശരീരമെടുത്തിട്ട് എന്ത് ചെയ്തെന്നറിയുമോ? തറക്കൂഹു മങ്കൂദ, ആ കള്ളിമുൾ ചെടികളുടെ ഇടയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു പോയി. എത്ര നികിഷ്ടമായിട്ട് ആ മണ്ണിൽ കിടക്കാൻ പോലുമുള്ള അവസരമുണ്ടായില്ല. എന്താണ് ആ മനുഷ്യൻ ചെയ്തത്? ഹബീബായ ഹബീബങ്ങളുമായിട്ടൊന്ന് പിണങ്ങി. ആരോടാ മോനെ കളിക്കുന്നത്? ആരോടാ മോനെ ദേഷ്യപ്പെടുന്നത്? ആരുടെ വ്യക്തിപ്രഭാവത്തെയാ നീ ഇടിച്ചു താഴ്ക്കുന്നത്? മൈമറാക്കാൻ വിളിക്കുന്നത് ആരെയാടാ? കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് ആരെയാടാ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസാരപ്പെടുത്തിയാൽ അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ കോലം മറിച്ചു കളയും. അങ്ങനെ മറഞ്ഞുപോയ പല കോലങ്ങളും അതാ 8ഉം 16ഉമായി പൊട്ടിത്തെറിച്ച് നെട്ടോട്ടമോടുന്ന കാര്യമല്ലയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് ഹബീബായ പ്രവാചകനെ ആക്ഷേപിച്ചതിന്റെ ദുരന്തവാ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ കുടുംബക്കാരെ കാക്കണേ അല്ലാ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പ്രണയം പരിചയമില്ലാത്ത ആരാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം കൊണ്ടാണ് പ്രവാചകന്റെ അടുക്കൽ ഇത്രയും വലിയ, അല്ലാഹുവിന്റെ അടുക്കൽ ഇത്രയും വലിയ സ്ഥാനം സ്വഹാബികൾക്ക് കിട്ടിയിട്ടുള്ളത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അത്രയും വലിയ സ്ഥാനം വന്നത് ഹബീബിനോടുള്ള വല്ലാത്ത പ്രണയം കൊണ്ടാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് അത്രയും വലിയ പ്രണയമുണ്ടായത് സഹോദരങ്ങളെ ഹബീബിനോടുള്ള പ്രണയം കൊണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് അത്രയും വലിയ സ്ഥാനം കിട്ടിയത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം കൊണ്ട്. ഒരു ചെറിയ സംഭവം പറയട്ടെയോ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വന്നു, ഒരു അമുസ്ലിമായ മനുഷ്യൻ വന്നു. എന്നിട്ട് മഹാനവറുകളോട് പറയുകയാ, അല്ലയോ ഉസ്മാനെ, എനിക്ക്
ഒരു കാര്യം പറയാനുണ്ട്. അന്ന് വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളടുക്കലൊരു മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് പറയുകയാ, അല്ലയോ ഉസ്മാനെ, നിന്റെ നേതാവ് മുഹമ്മദ് പറഞ്ഞു എനിക്ക് കുറച്ച് പണം കടം തരാൻ. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആ മുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു, ആര് പറഞ്ഞു മോനെ പണം കടം തരാൻ? നിന്റെ നേതാവ് മുഹമ്മദ് പറഞ്ഞു പണം കടം തരാൻ. പിന്നെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചോദിക്കുന്നു, ആര് പറഞ്ഞെന്നാ നീ പറയുന്നത്? മുഹമ്മദ് പറഞ്ഞു എന്നല്ലേ നാം പറയുന്നത്? ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. മറുപടി അദ്ദേഹത്തിന് ദേഷ്യം കലർന്ന രൂപത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ആവർത്തിച്ചപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് പണം വേണ്ട, എന്നെ പരിഹസിക്കണ്ട, നിങ്ങൾക്ക് കേൾവി കുറവുള്ള ആളല്ലല്ലോ, നിങ്ങൾക്ക് പണം തരാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ഞാൻ പോവുകയാ. തിരിച്ചു നടന്നപ്പോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ വിളിച്ചു, ഓടിച്ചെന്നുകൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് പറയുകയാ, പൊന്നുമോനെ, നിന്നെ കളിയാക്കിയതല്ല, നിന്നെ ഞാൻ പരിഹസിച്ചതല്ല, നീ അള്ളാന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളാ, പരിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങൾ വിശ്വസിക്കാത്ത ആളാ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളാ. പക്ഷേ നിന്റെ നാവ് കൊണ്ട് എന്റെ ഹൃദയത്തിന്റെ രാജകുമാരന്റെ പേര് പറഞ്ഞപ്പോൾ, ആ മുഹമ്മദ് എന്നുള്ള പേര് പറഞ്ഞപ്പോൾ അതെനിക്ക് കേൾക്കാനുള്ള ആവേശം ഒരുപാടുണ്ടായി. അതുകൊണ്ടാ ഞാൻ ആര് പറഞ്ഞു ഇവിടെ നീ എത്ര തവണ പറഞ്ഞാലും എന്റെ പണങ്ങൾ അങ്ങനെ തരുമായിരുന്നു. പിന്നെ നീ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ പിന്നെ പിന്നെയും എന്ന തോട്ടം തരുമായിരുന്നു. എനിക്കുള്ള അവസാനം ഈ ഉസ്മാൻ ഒന്നുമില്ല ിരുന്നെങ്കിലോ ഈ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹബീബായ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ഹൃദയം അനുരാഗത്താൽ തിളച്ച ആളുകളെ അവരെ കാണണ്ടയോ പൊന്നുമോനെ, അവരോടൊന്ന്